വിഷ്ണുമായ ആസ്ട്രോളജിക്കൽ സർവീസസിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. രോഹിണി നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് പൊതുവായിട്ടുള്ളൊരു കാര്യം പരാമർശിക്കട്ടെ. നമ്മളൊക്കെ വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 തിരിയിട്ട നിലവിളക്ക് തന്നെ കത്തിക്കണം. യാതൊരു കാരണവശാലും ഒരു തിരിയിട്ട നിലവിളക്ക് കത്തിക്കരുത്. ഏകവർത്തിർ മഹാവ്യാധി ദ്വിവർത്തിസ്തു മഹാധനം എന്നാണ് പ്രമാണം. അതായത് ഒരു തിരിയിട്ട് കത്തിച്ചാൽ വീട്ടിൽ വ്യാധി വിട്ടുമാറില്ല, രോഗം വിട്ടുമാറില്ല. 2 തിരിയിട്ട് കത്തിച്ചാൽ ധനമുണ്ടാവും. അതിന് വീട്ടിൽ യാതൊരു കാരണവശാലും വിളക്കെണ്ണ ഉപയോഗിക്കരുത്. ചെറിയ സാമ്പത്തിക ലാഭം നോക്കി തീർച്ചയായിട്ടും എള്ളെണ്ണ തന്നെ, നല്ല ക്വാളിറ്റി എള്ളെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രോഹിണി നക്ഷത്രക്കാരുടെ സാമാന്യ ഫലം പറയുമ്പോൾ അവർക്ക് ഏതാണ്ടൊരു ദോഷകരമായ കാലമായിട്ട് തന്നെ പറയണം. ദോഷഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ട ഒരു കാലമാണ്. അതായത് വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ഭാര്യയും ഭർത്താക്കന്മാർ മാത്രമല്ല മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം വീട് വിട്ട് വേറെ വാടക വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള ചിലപ്പോൾ അവസ്ഥ വരെ ഉണ്ടാക്കാം. അപ്പോൾ സാമ്പത്തിക പ്രശ്നം വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുക. തീർച്ചയായിട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ അതിൽ വിജയസാധ്യത വളരെ കുറവായിരിക്കും. മാത്രമല്ല നഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും പുതിയ സംരംഭങ്ങൾ തുടങ്ങരുത്. കാരണം കർമ്മഭാഗത്ത് 10ലാണ് ശനി നിൽക്കുന്നത്. ഈ 10 ശനി ഈ കർമ്മതടസ്സം ഉണ്ടാകും. കർമ്മതടസ്സം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഉദ്ദേശിച്ച ഫലം ചെയ്യില്ല. അപ്പോൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. ജോലിയുള്ളവരൊക്കെ ഉള്ള ജോലി കളയാൻ ശ്രദ്ധിക്കുക. ഉള്ള ജോലിയിൽ തൽക്കാലം തൃപ്തിപ്പെട്ട് അതിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടന്നൊക്കെ കാലങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ വസ്തു വാങ്ങാൻ ഒരുപക്ഷെ സംഭവിച്ചേക്കും. പക്ഷേ ക്രയവിക്രയങ്ങളിൽ കളിപ്പ് പറ്റാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രണയങ്ങളിൽ ചെന്നുവിടരുത്. പ്രണയങ്ങളിൽ ചെന്നുവിട്ടാൽ അപവാദങ്ങൾ, ചീത്തപ്പേരുകൾ, മോശപ്പെട്ട ബന്ധങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നുവിടാനുള്ള ഇതുണ്ട്. ഏതെങ്കിലും കാരണവശാൽ വിദേശത്ത് പോകാനൊരു അവസരം കിട്ടുവാണെങ്കിൽ പോകാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ആ ഏജൻസിയെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ശ്രദ്ധാപൂർവം അന്വേഷിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. വിദേശത്ത് പോയാൽ കുറേയൊക്കെ ഭേദമായിരിക്കും. നാട്ടിൽ നിൽക്കണേക്കാളും മെച്ചപ്പെട്ടൊരവസ്ഥയിൽ നമുക്ക് വിദേശത്ത് നിൽക്കാൻ പറ്റും. പക്ഷേ കടന്നു പോകാനുള്ള സാധ്യത കുറവാണ്. കബളിപ്പിക്കപ്പെടാം. അതുപോലെ തന്നെ അപകടങ്ങൾ ശ്രദ്ധിക്കുക. അപകടങ്ങളെന്ന് വെച്ചാൽ വാഹനം ഓടിക്കുമ്പോൾ, 2 വീലർ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെൽമെറ്റ് വയ്ക്കുക, പരമാവധി ഓവർ സ്പീഡുകൾ ഒഴിവാക്കുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. എല്ലാ ശനിയാഴ്ചയും ശാസ്താവിന് ചുരുങ്ങിയ വർഷം ഒരു എള്ളുതിരിയെങ്കിലും കത്തിക്കുക. പക്കപ്പിറന്നാൾ തോറും എള്ള് പായസം കഴിക്കുക. അതുപോലെ തന്നെ ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് പക്കപ്പിറന്നാളിന് നേദ്യം വെച്ച് ധാര, അത് പ്രത്യേകം അവിടുത്തെ മേൽശാന്തിയോട് പറഞ്ഞ് പ്രത്യേകം ചെയ്തു തരും. നേദ്യം വെച്ച് ധാര കഴിക്കുക. ഒരു 108 കൂളത്തിൽ പുഷ്പാഞ്ജലി കൂടി കഴിക്കുക. നമസ്തേ.